അപ്പോൾ ഞാനിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മൈസ്റ്റോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 1:14 സ്കെയിൽ മോഡലിൽ വരുന്ന AMG പെട്രോണാസിൻ്റെ ഒഫീഷ്യൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു കിഡിലൻ ഫോർമുല 1 RC കാറാണ്. ഇതിൻ്റെ ബോക്സിലോട്ട് നോക്കാൻ നേരത്ത് അത്യാവശ്യം നല്ല വലിയൊരു ബോക്സാണ് വന്നേക്കുന്നത്. നല്ല നീളമുള്ള ബോക്സാണ്. അവിടെ ഫ്രെയിമിൽ കൊള്ളണ്ടെന്ന് തന്നെ എനിക്ക് സംശയമാണ്. അപ്പോൾ നമുക്കിത് ഈ സൈഡിൽ നിന്ന് പൊട്ടിച്ച് അങ്ങ് തുടങ്ങാം. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ഓപ്പൺ ചെയ്യേണ്ട സംഭവം വരുന്നത്. തുറന്നു, നമുക്കിത് പയ്യെ പുറത്തോട്ട് എടുക്കാം. സിമ്പിളായിട്ട് വന്നു. ഓക്കേ, അമ്മേ ബോക്സ് ഇപ്പോൾ തെറിച്ച് വരും. ഇത് സൈഡിലോട്ട് വെക്കാം. ഇതാണ് ഇൻബോക്സിൽ വരുന്നത്. ഇന്ന് നമുക്ക് റിമോട്ട് പയ്യെ ഇവിടുത്തെ ഇത് ലോക്ക് അഴിച്ച് ഇങ്ങനെ എടുക്കാം. നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. ഒരു കുഞ്ഞ് റിമോട്ടാണ്. പിന്നെ ഇവിടെ ഒരു വയർ പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോയ് ഗ്രേഡ് RC ആണ് കേട്ടോ, ഹോബി ഗ്രേഡ് അല്ല. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് അൺസ്ക്രൂ ചെയ്തെടുക്കാം. ഇതേ കണ്ടില്ല, ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്കതൊന്ന് അൺസ്ക്രൂ ചെയ്യാം. കാറ് പുറത്തോട്ട് എടുത്തു. ഇതാണ് 1:14 സ്കെയിൽ വരുന്ന പെട്രോണാസിൻ്റെ RC കാറ്. നല്ല കിടിലൻ ഡീറ്റെയിലിംഗ് ആണ്. ഈ ഒരു RC കാറിൽ അടിയിലായിട്ട് 4 AA ബാറ്ററീസ് ആണ് ഇടേണ്ടത്. മോട്ടിൽ വരുന്നത് ഒരു 2 AAA ബാറ്ററീസും ആണ് വരുന്നത്. നമുക്കൊന്ന് ഓണാക്കി ചെറുതായിട്ടൊന്ന് ഓടിച്ച് നോക്കാം. എന്നിട്ട് ഇവിടെ ഓണാക്കാം. ഇപ്പോൾ വണ്ടി ഓണായിട്ടുണ്ട്. ഇതിൻ്റെ അത് ലൈറ്റ് കത്തണ പരിപാടി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഈ റിമോട്ടിൽ വേറെ കാര്യമായിട്ടുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊന്നുമില്ല. ആകെ ഈ റൈറ്റും ലെഫ്റ്റും സ്വിച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി ഈ റിമോട്ട് ഓണായിരിക്കും. അത്യാവശ്യം നൈസാണ് സാധനം. ടോയ് ഗ്രേഡ് ആണെങ്കിലും ഉണ്ടല്ലോ, അത്യാവശ്യം ഒരു ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഹോബി ഗ്രേഡിൻ്റെ പോലെ. സാധനം കൊള്ളാം, വേറെ ലെവല്, ഒന്നും പറയാനില്ല. പിന്നെ ഇത് ഓടിക്കാൻ നേരത്തെ ഇത്തിരി പ്ലെയിൻ ആയിട്ടുള്ള ഇൻഡോർ സർഫസുകൾ ഓടിക്കാനായിരിക്കും നല്ലത്. കാരണം ഇത് F1 കാർ ആയതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊന്നും അധികം ഇല്ല. അപ്പോൾ ഭയങ്കര റഫായിട്ടുള്ള പാച്ചസ് കൂടെയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇതിൻ്റെ അടിയിൽ ഉരച്ചിലും സ്ക്രാച്ചസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനിത് ചെറുതായിട്ടൊക്കെ ഓടിച്ച് നോക്കിയുള്ളൂ. ഇത് കൂടുതലായിട്ട് ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും ഉടനെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ.